से सूरतों ऑनलाइन तरबीती प्रोग्राम में आप सबका खैर मकदम। പ്യാരെ ബച്ചോ ആദാബ്. ഉറുദുവിലെ 100 വരെയുള്ള എണ്ണൽ സംഖ്യകൾ പഠിക്കാൻ സഹായിക്കുന്ന ഒരു വീഡിയോ ആണിത്. 0 സിഫ്ർ കഹത്തെ ഹെ. ഉറുദുവിൽ സിഫ്ർ കഹത്തെ ഹെ. 1 മുതൽ 10 വരെ വേഗത്തിൽ നമുക്കങ്ങ് എണ്ണാം. 1 2 3 4 5 6 7 8 9 10. 1 മുതൽ 10 വരെ നിർബന്ധമായും കാണാതെ പഠിക്കണം. ഓക്കെ. 11 മുതൽ 20 വരെ 11 12 13 14 15 16 17 18 19 20. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 11 മുതൽ 18 വരെയുള്ളവ മുഴുവൻ അവസാനിക്കുന്നത് സൗണ്ടിലാണ്. 11 12 13 14 എന്ന സൗണ്ടിലാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. 21 മുതൽ 28 വരെ 21 22 23 24 25 26 27 28 29 30. ഇവിടെയും 21 മുതൽ 28 വരെ ഈസ് എന്ന ശബ്ദത്തിലാണ് അവസാനിക്കുന്നത്. നല്ല പോലെ നോക്കിയാൽ ബീസായിരുന്നു 20. ബീസ് മുതൽ 21 മുതൽ 28 വരെ ഈസ് എന്ന ശബ്ദത്തിലാണ് അവസാനിക്കുന്നത്. 21 22 23 24 ഇസീത്തര. ഇനി നമുക്ക് 31 മുതൽ 40 വരെ വേഗത്തിൽ അങ്ങ് എണ്ണാം. 31 32 33 34 35 36 37 38 39 40. ഇവിടെയും 31 മുതൽ 38 വരെയുള്ളത് തീസ് എന്ന ശബ്ദത്തിൽ അവസാനിക്കുന്നു. 41 മുതൽ 48 വരെ ദേക്കോ 41 42 43 44 45 46 47 48. ഇവിടെയെല്ലാം 41 മുതൽ 48 വരെ ലീസ് എന്ന ശബ്ദത്തിലാണ്, അലീസ് എന്ന ശബ്ദത്തിലാണ് അവസാനിക്കുന്നത്. 49 49 50 50. 49 49 50 50. 51 മുതൽ നോക്കാം. 51 51 52 53 54 55 56 57 58 59 60. അവിടെ 50-ന് 50 എന്നായിരുന്നു. പക്ഷെ 50 മുതൽ 60 വരെയുള്ള ഈ ഭാഗത്താണ് അല്പം വ്യത്യാസമുള്ളത്. ഇവിടെ 51 52 54 58 എന്നീ അക്കങ്ങൾ അവസാനിക്കുന്നത് വൻ എന്ന ശബ്ദത്തിൽ, 51 52 എന്ന ശബ്ദത്തിലും 53 55 56 എന്നിവ പൻ എന്ന ശബ്ദത്തിലും അവസാനിക്കുന്നു. 55 56 എന്ന പോലെ. ഓക്കെ. 61 മുതൽ 68 വരെ 61 62 63 64 65 66 67 68. ഇവിടെയെല്ലാം സട്ട് എന്ന ശബ്ദത്തിലാണ് അവസാനിക്കുന്നത്. കാരണം 60-ന് ഉറുദുവിൽ സാട്ട് എന്നാണ് പറയുക. സാട്ട് ആയതുകൊണ്ട് തന്നെ 61 മുതൽ 68 വരെ അതിൻ്റെ അവസാന ഭാഗം സട്ട് എന്നതാണ്. ഓക്കെ. 69-ന് ഉനത്തർ എന്നും 70-ന് സത്തർ എന്നുമാണ് പറയുക. 69 ഉനത്തർ 70 സത്തർ. 71 മുതൽ നോക്കാം. 71 72 73 74 75 76 77 78 79 80. ഇവിടെ 71 മുതൽ 78 വരെ 70-ന് സത്തർ ആയതുകൊണ്ട് തന്നെ 71 മുതൽ 78 വരെയുള്ള അക്കങ്ങൾ അവസാനിക്കുന്നത് ഹത്തർ ഹത്തർ എന്ന രീതിയിലാണ്. 79 ഉനാസിയും 80 80 എന്നുമാണ്. അപ്പോൾ 81-ന് എന്തായിരിക്കും? 81 81 82 83 84 85 86 87 88 90 90. ഇവിടെ 81 മുതൽ 89 വരെയും, നേരത്തെ ഇതുവരെയൊക്കെ 8 വരെയായിരുന്നു, എന്നാൽ 80 ആവുന്നതോടുകൂടി 81 മുതൽ 89 വരെ 80 എന്ന രീതിയിലാണ് അവസാനിക്കുന്നത്.
90-ന് 90 ആയതുകൊണ്ട് തന്നെ 91 മുതൽ 99 വരെ ൻവേ എന്ന ശബ്ദത്തിലാണ് അവസാനിക്കുന്നത്. 91, 92, 93, 94, 95, 96, 97, 98, 99 और 100. 100-ന് 100 എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു രീതിയിൽ നോക്കാം. 0 എന്ന് പറഞ്ഞാൽ സിഫർ ആണ് ഉറുദുവിൽ പറയുക. 0ക്ക് സിഫർ എന്നാണ് പറയുക. ഇനി 0 അവസാനം വരുന്ന അക്കങ്ങൾ 10, 20 എന്ന ക്രമത്തിൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ളതും തൊട്ട് ശേഷമുള്ളതും. ആദ്യം 10, 10-ന് 10 എന്ന് പറയും. 9-ന് 9, 11-ന് 11. ഇത് കാണാതെ പഠിക്കേണ്ട ഒരു ഭാഗമാണ്. എന്നാൽ തൊട്ടപ്പുറമുള്ള അക്കങ്ങളൊക്കെ നോക്കൂ. 20-ന് 20 എന്ന് പറയുന്നു. 20-ന് തൊട്ട് മുമ്പുള്ള 19 ബീസുമായി നല്ല ബന്ധമുള്ള 19ഉം 21 ബീസുമായി വളരെ ബന്ധമുള്ള 21 എന്നുമാണ്. 19, 20, 21. ഇനി നോക്കൂ, 30-ന് 30 എന്നാണ് പറയുക. 30-ന് തൊട്ട് മുമ്പുള്ള അക്കമാണ് 29. 29-ന് 29. 29 കഴിഞ്ഞ് 30. 30 കഴിഞ്ഞാൽ 31. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 20 ആയിരുന്നു. 20-ന് മുമ്പ് 19 ആയിരുന്നു. ഇവിടെ 29. അത് കഴിഞ്ഞതിന് ശേഷം 31. തൊട്ടടുത്തത് 40. 40-ന് 40 എന്നാണ് പറയുക. 29 പറഞ്ഞതുപോലെ തന്നെ 40-ന് തൊട്ട് മുമ്പുള്ള 39 39. 41 അഥവാ 40 കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ 41. കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് 50. 50-ന് 50 എന്നാണ് പറയുക. 50-ന് 50 ആകുമ്പോൾ അതിന് തൊട്ട് മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് 49-ന് 49. 50, 49. പക്ഷേ വ്യത്യാസം 51-നാണ്. 51-ന് ഇച്ചാസ് എന്നോ ഇക്ചാസ് എന്നോ ഒന്നുമല്ല, 51 എന്ന രീതിയിലാണ് 51-ന് പറയാം. ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, നേരത്തെ സൂചിപ്പിച്ചു. 60-ന് 60 എന്നാണ് പറയുക. 60-ന് തൊട്ട് മുമ്പുള്ള അക്കം 59. 59-ന് 59 എന്നും 61-ന് 61 എന്നുമാണ് പറയുക. ഇത് നേരത്തെ പറഞ്ഞ 20, 30, 40 ഒക്കെ പറഞ്ഞതുപോലെ തന്നെയാണ്. 60-ന്റെ വിഷയത്തിൽ തൊട്ട് മുമ്പ് 59, 61, 61. ഓക്കെ, 70-ലേക്ക് നോക്കാം. 70-ന് 70 എന്നാണ് പറയുക. 70-ന് തൊട്ട് മുമ്പുള്ളത് 69. 70-ന് തൊട്ട് മുമ്പ് നമ്മൾ 39 പറഞ്ഞതുപോലെ 29 പറഞ്ഞതുപോലെ 70-ന് തൊട്ട് മുമ്പുള്ളത് 69-ഉം 70 കഴിഞ്ഞ് 71 71. 71 71. 80-ന് 80 ആണ്. 80-ന് 80 ആണെങ്കിൽ 80-ന് തൊട്ട് മുമ്പുള്ള 79 79 എന്നും 80 കഴിഞ്ഞ് തൊട്ടടുത്ത 81 81 എന്നുമാണ്. 79 79, 80 80, 81 81. തൊട്ടടുത്ത് ഇനി 80 കഴിഞ്ഞു, 81 കഴിഞ്ഞു, അടുത്തത് 90. 90 പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് 90-ന് തൊട്ട് മുമ്പുള്ളത് സാധാരണഗതിയിൽ നമ്മൾ മുമ്പുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഉൻ വെച്ചിട്ടാണ്. അങ്ങനെയാവുമ്പോൾ ഉന്നാനവേ എന്നൊക്കെ അല്ലെങ്കിൽ ഉന്നവേ എന്നൊക്കെയാണ്. പക്ഷേ ഇവിടെ 89-ന് നവാസിയും 91-ന് ക്യാനവേ എന്നുമാണ്. ഇനി അടുത്തത് സൗവാണ്. 100 സൗവ്. 99 നവ്വേ ക്യാനവേ ബയാനവേ എന്ന് പറയുന്ന അതേ രൂപത്തിൽ തന്നെ 99 എത്തുമ്പോൾ നിന്യാൻവേ എന്ന് പറയും. 100 മുതൽ 101, 102 എന്നിവ 101, 102, 103 ഇസി തരാ കഹത്തെ ഹൈ, ഇതുപോലെയാണ് പറയുന്നത്. 1 മുതൽ 100 വരെയുള്ള ഉറുദു അക്കങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോ ഉപകരിച്ചു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം. ശുക്രിയ. ഖുദാ ഹഫീസ്.